നമസ്കാരം. അടിച്ചാൽ തിരിച്ചടിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് തിരിച്ചടി കിട്ടാൻ പോകുന്നു. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അകലം പാലിപ്പിച്ചു നിർത്തിക്കൊണ്ട് അവർക്കടക്കം തിരിച്ചടികൾ കൊടുക്കുവാൻ തയ്യാറാവുകയാണ് കേന്ദ്ര സർക്കാർ. ഛത്തീസ്ഗഡിൽ കഴിഞ്ഞ ദിവസം നമുക്കറിയാം, ഛത്തീസ്ഗഡിലെ കങ്കർ ജില്ലയിൽ 29 കമ്മ്യൂണിസ്റ്റ് ഭീകരരെ കൊലപ്പെടുത്തിയ ഓപ്പറേഷനിൽ പങ്കെടുത്തുള്ള സുരക്ഷാ ഉദ്യോഗസ്ഥരെ അഭിനന്ദിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തുന്നു. കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്ന വിപത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കുവാൻ മോദി സർക്കാർ തീരുമാനിച്ചതായി തന്നെ അദ്ദേഹം പറയുകയും ചെയ്യുന്നു. വലിയ വിപത്താണ് ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത്. കഴിഞ്ഞ ദിവസം ഛത്തീസ്ഗഡിൽ സുരക്ഷാ സേന നടത്തിയ ഓപ്പറേഷൻ നിരവധി കമ്മ്യൂണിസ്റ്റ് ഭീകരർ കൊല്ലപ്പെട്ടു എന്നും ആ ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ഉദ്യോഗസ്ഥരെയും താൻ അഭിനന്ദിക്കുകയാണ് എന്നും പരിക്കേറ്റ ധീരരായ പോലീസ് ഉദ്യോഗസ്ഥർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്നുമാണ് അമിത്ഷാ പറഞ്ഞത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്ന വിപത്തിൽ നിന്നും ഈ രാജ്യത്തെ മോചിപ്പിക്കുവാൻ വേണ്ടിയിട്ട് ഈ സർക്കാർ ദൃഢനിശ്ചയം ചെയ്തിരിക്കുകയാണ്, പ്രതിജ്ഞാബദ്ധമാണ് എന്നാണ് പറയുന്നത്. വികസനത്തിൻ്റെയും സമാധാനത്തിൻ്റെയും യുവാക്കളുടെ മനോഹരമായ ഭാവിയുടെയും ശത്രുവാണ് കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ ഉന്മൂലനം ചെയ്യണം. സർക്കാർ ദൃഢനിശ്ചയത്തോടെയാണ് ഈ വിപത്തിനെതിരെ പോരാടുന്നത്. സുരക്ഷാസേനയുടെ ശ്രമങ്ങളിലൂടെയും സർക്കാരിൻ്റെ ശക്തമായിട്ടുള്ള നയങ്ങൾ വഴിയും കമ്മ്യൂണിസ്റ്റ് ഭീകരർ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമായി ചുരുങ്ങിയിരിക്കുന്ന ഒരു കാലാവസ്ഥ വൈകാതെ തന്നെ ഛത്തീസ്ഗഡും ഈ രാജ്യം മുഴുവനും ഈ വിപത്തിൽ നിന്ന് മുക്തമാകുമെന്നാണ് അമിത്ഷാ വ്യക്തമാക്കിയിരിക്കുന്നത്. 25 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട കൊടും ഭീകരനുൾപ്പെടെ 29 ഭീകരരെയാണ് കഴിഞ്ഞ ദിവസം സുരക്ഷാസേന വധിച്ചത്. ഭീകരിൽ നിന്ന് വലിയ തോതിൽ ആയുധങ്ങളും പിടിച്ചെടുത്തു. ഏറ്റുമുട്ടലിൽ 3 സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. 2 BSF ഇൻസ്പെക്ടർമാരടക്കം ഒരു DRG ഉദ്യോഗസ്ഥനുമാണ് പരിക്കേറ്റ് ഹോസ്പിറ്റലിൽ ഉള്ളത്. ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും 3 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ എപ്പോഴും മനസ്സിലാക്കുക, ഏതെങ്കിലും ഒരു തരത്തിൽ കമ്മ്യൂണിസ്റ്റ് ഭീകരത എന്ന് പറയപ്പെടുന്ന നക്സലിസം എന്ന് പറയപ്പെടുന്ന ഛത്തീസ്ഗഡിൽ മാത്രമല്ല ആന്ധ്രാപ്രദേശിൻ്റെ മേഖലകളിൽ അടക്കമുള്ളപ്പോൾ എന്തിന് നമ്മുടെ കൊച്ചു കേരളത്തിൻ്റെ പല മേഖലകളിലും മാവോയിസ്റ്റ് സാന്നിധ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. വയനാടിൻ്റെ മേഖലകളിൽ അടക്കം അത്തരത്തിലുള്ള സാധ്യതകളുള്ള ഇടങ്ങളിൽ നിന്ന് ജനങ്ങൾക്ക് ഉപകാരപ്രദമല്ലാത്ത ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളെ സിദ്ധാന്തങ്ങളെ മുഴുവൻ തകർത്ത് തരിപ്പണമാക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നും നക്സലിസം ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല എന്നും അത്തരത്തിലുള്ളത് ഇവിടെ തകർന്നു തന്നെ പോകണമെന്നും ഛത്തീസ്ഗഡ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് ഭീകരതയെ കൃത്യമായി അത്തരത്തിൽ ഏത് തരത്തിലുള്ള ഭീകര പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്ന് പറയപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകാർ അടക്കമുള്ളവരെ തകർത്ത് തരിപ്പണമാക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്നും ഭീകരരെ തുളച്ചു മാറ്റുന്നതിന് വേണ്ടി തന്നെയാണ് പ്രതിജ്ഞാബദ്ധമായ ഒരു സർക്കാർ കേന്ദ്രത്തിലുള്ളത് എന്നും സൂചിപ്പിക്കുകയാണ് അമിത്ഷാ. അതുകൊണ്ട് സൂക്ഷിക്കുക. കേരളമടക്കമുള്ള വനങ്ങളിൽ നടത്തപ്പെടുന്ന വേട്ടകളടക്കം, മാവോയിസ്റ്റുകളുടെ വേട്ടകളടക്കം ഉടൻ ഇനിയും ഉണ്ടാകും. മാവോയിസ്റ്റ് സാന്നിധ്യം അനുഭവപ്പെടുന്ന മേഖലകളിലേക്ക് വളരെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നതിനും രാജ്യത്തിൻ്റെ അഖണ്ഡതയെ കാത്തു സൂക്ഷിക്കുന്നതിനും രാജ്യത്തെ ഭീകരവാദം അമർച്ച ചെയ്യുന്നതിൻ്റെയും ഭാഗമായിട്ട് കമ്മ്യൂണിസത്തെ അതായത് ഇത്തരത്തിൽ തീവ്രവാദപരമായിട്ടുള്ള കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കുന്നതിനുള്ള കൃത്യമായ ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുമെന്ന് പറയപ്പെടുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഓർക്കുക, നിങ്ങൾക്കടക്കം ഇത് സ്വീകാര്യമാണ് എന്ന് പറയേണ്ടി വരും. കാരണം കമ്മ്യൂണിസത്തിനകത്തെ ഭീകരത, കമ്മ്യൂണിസത്തിനകത്തെ നക്സലിസം, കമ്മ്യൂണിസത്തിനകത്തെ തീവ്രവാദ ബന്ധമടക്കമുള്ളവ ചോദ്യം ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ തീവ്രവാദമടക്കം രൂപകൽപ്പന ചെയ്യപ്പെടുന്ന കമ്മ്യൂണിസ്റ്റുകളെ ഈ രാജ്യത്ത് നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞു വെക്കുന്നത്. അത് കേന്ദ്ര സർക്കാരിൻ്റെ നയമാണ്. നരേന്ദ്രമോദി സർക്കാർ മുന്നിട്ട് നിന്ന് നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികളിലൊന്നാണ് കമ്മ്യൂണിസത്തെ അടിച്ചമർത്തുക എന്നുള്ളത്, കമ്മ്യൂണിസ്റ്റിനെ അടിച്ചമർത്തുക എന്നുള്ളത്. അത് പൂർണ്ണമായും നടപ്പിലാക്കുക തന്നെ ചെയ്യും. 2024 ഈ തിരഞ്ഞെടുപ്പ് കൂടി കഴിഞ്ഞ് 3ാം നരേന്ദ്രമോദി സർക്കാർ വരുമ്പോൾ അതിനകത്ത് അവർ ആദ്യം പരിഗണിക്കപ്പെടുന്ന ഒരു വിഷയം കമ്മ്യൂണിസ്റ്റുകളെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. അത് വളരെ കൃത്യമായി നടപ്പിലാക്കിയിരിക്കുമെന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത.